നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുണേട്ടനുമായിട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നത് അശ്വതി ചേച്ചി. അവര് തമ്മിൽ ഇഷ്ടമായിരുന്നു. അങ്ങനെയാ ശ്രീകുട്ടി ജനിക്കുന്നത്. എന്നിട്ട് ആ രഹസ്യങ്ങളൊക്കെ ആദ്യം അറിയായിരുന്നു. അരുണേട്ടന്റെയും അശ്വതി ചേച്ചിയുടെയും ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചെന്നോ അവരെങ്ങനെയാണ് അകന്നു പോയതെന്നോ ഒന്നും ചേച്ചി എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കലും അവർ അരുണേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആദ്യം ഇതിൽ ഇടപെട്ടത് നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ, നമ്മുടെ അരുണേട്ടന്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. അശ്വതി ചേച്ചി ഈ നാട്ടിലുള്ള കാര്യമൊന്നും അരുണേട്ടൻ അറിയില്ല. അരുണേട്ടൻ അറിയും മുമ്പ് അശ്വതി ചേച്ചിയെ ഈ നാട്ടിൽ നിന്നും മാറ്റാനായിട്ടാ നമ്മുടെ ആദ്യേട്ടൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എടുത്തി നമ്മൾ തെറ്റിദ്ധരിച്ചത്. ശ്യാമേ, നീ പറയുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞാൻ കള്ളമാണ് പറയുന്നതെന്ന് എടുത്തേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അശ്വതി ചേച്ചിയും ആദ്യേട്ടനും അരുണേട്ടനും 3 പേരും തെറ്റുകാരല്ല. വിധിയല്ലാതെ മറ്റൊന്നിനെയും കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നില്ല എടുത്തി. നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് അശ്വതി ഒന്ന് നേരിട്ട് കാണണം. വേണം എടുത്തി, എനിക്കും അശ്വതി ചേച്ചി കാണണം. ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാനുണ്ട്. ഞാനൊന്ന് ചേച്ചിയെ വിളിക്കാം. ഹലോ ശ്യാമ. ആ ചേച്ചി, ഞാനും അമൃതയെടുത്തി ഒരുമിച്ചുണ്ട്. ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കാണണം. വേണ്ട, ഞാൻ പറഞ്ഞിരുന്നതല്ലേ. അന്ന് ആ സാഹചര്യത്തില് ശ്യാമയോട് ഞാൻ തുറന്നു പറഞ്ഞു. അത് അവിടെ അവസാനിച്ചു. എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല. ചേച്ചി അങ്ങനെ പറയല്ലേ. അമൃതയെടുത്തിയുടെ ഒരു സമാധാനത്തിന് വേണ്ടി എനിക്ക് ചേച്ചി ഒന്ന് കണ്ടേ പറ്റൂ. ചേച്ചി പ്ലീസ്, ഞങ്ങളൊന്ന് വന്നോട്ടെ. ശരി, വന്നോളൂ. ശരി. നമ്മളോട് ചെല്ലാൻ പറഞ്ഞു. നീ ആരോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആനന്ദ നിലയത്തിലെ ശ്യാമ അമൃതേ. വാ, അകത്തോട്ടിരിക്കാം. വാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? കൊല്ലാനോ വളർത്താനോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.